ലിംബ്രോടെ സ്റ്റാറ്റസിന് പറ്റിയ സ്ഥലമില്ല. വേറെ ലെവലല്ലേ. ഒന്നാമത് എന്തൊക്കെ ഈശ്വരം കൂടുതലെന്നും പറഞ്ഞാൽ എന്റെ പരീക്ഷ എന്ന് വരെ പുറത്താക്കി പക്ഷേ അത് ഞാൻ എഴുന്നേറ്റ് തിരിച്ചു വായിച്ചു നോക്കുമ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവുള്ളൂ. ഇപ്പൊ നിനക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കി തരാൻ പറ്റുന്ന ഒരു തരത്തേക്കാണ്. ഞാൻ ഉറങ്ങേ. എന്റെ ടെൻഷൻ അടിച്ചിരിക്കാ പിന്നെ എഴുത്തല്ലേ ടെൻഷനൊക്കെ ഉണ്ടാവും. നീ എന്താ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ എന്താ നീ പറഞ്ഞാത്തന്നോ നീ ഇങ്ങോട്ട് എനിക്ക് അവിടെ സമാധാനം വേണ്ടേ. എങ്ങനെയെങ്കിലും സാധനം ശരിയാക്കിയിട്ട് വേണം ബാക്കിയുള്ള പരിപാടി ഇതായിട്ട്. എനിക്കിതാ ഇതെന്താണ് ഇത് കംപ്ലീറ്റ് വട്ടം വരച്ചിട്ടേക്കുന്നത്. റൗണ്ടല്ലോ വെച്ചാല് അതായത് റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടത്. ഇതിപ്പോ കണ്ടോ ഇപ്പൊ നമ്മളിപ്പോ ഓരോരോ വേർഡ്സ് ആയിട്ട് എഴുതിയിട്ടില്ല, പല പല വേർഡ്സ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഓരോ ഫാമിലിന്നും ഫ്രണ്ട്സെന്നും ഡോക്ടറും അങ്ങനെ കണ്ടന്റ് കുറെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വട്ടം വരച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും ഇങ്ങനെയല്ലേ സ്ക്രിപ്റ്റ് ചെയ്തത്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. ഞാൻ എസ്എമ്മിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രാവിലെ എന്നിട്ട് ഫാബ്രിക് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. ഫാബ്രിക് എന്ന് പറഞ്ഞെങ്കിൽ രാവിലെ ആർട്ടിസ്റ്റ് ഇപ്പൊ സംസാരിക്കത്തില്ലേ, അതിന് അവിടെ ഫാബ്രിക് എന്നാണ് പറയാറുള്ളത്. ഈ പത്രം വായിക്കുമ്പോഴും അല്ലെങ്കിൽ ടി വി കാണുമ്പോൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും വായനേണ്ട കാര്യങ്ങൾ അതിങ്ങനെ നമ്മൾ ഫാബ്രിക് ആക്കിയിട്ട് അതിങ്ങനെ വട്ടം വരച്ച് പല 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 കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ലാപ്ടോപ്പ്, റിമോട്ട്, അത് ബെഡ് അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പൊ അതിങ്ങനെ എഴുതിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് കഥ ഉണ്ടാക്കാമല്ലോ. ചില ഗെയിമൊക്കെ ഇല്ല, അങ്ങനെ കുറെ മൈൻഡ് മാലിഷ് സെറ്റപ്പ് ഗെയിമിങ് പരിപാടികളൊക്കെ ഞാനങ്ങനെയാണ് എപ്പോഴും ഒരു ഇൻട്രോയും മിഡ് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വൺ ലൈൻ അതിൻ്റെ അകത്തുള്ള കുറേ സാധനങ്ങളൊക്കെ എഴുതിയിട്ടിട്ട് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തൊരു ഫോക്ക് ചാർട്ടാക്കി പോക്കി. ഇതാണ് എൻ്റെ രീതി. ഞാനേ ഒരു ഇത് കിട്ടുള്ള വെച്ചാൽ ഒരു എന്താ പറയാ ആ ഒരു ഫീൽ കിട്ടുള്ളൂ. അതിനടുത്ത് കഥ ഒരു ഐഡിയ പറഞ്ഞില്ലേ. പക്ഷെ വൺ ലൈൻ അടിപൊളിയായിരുന്നല്ലേ, പിന്നെന്താണ് നമുക്കതൊക്കെ ചെയ്താൽ പോരെ. വൺ ലൈൻ വലിച്ച് നീട്ടണ്ടേ പൈസ അല്ലേ, അത് നീട്ടി എഴുതിപ്പിച്ചൊരു 10-300 പേജ് ആക്കണ്ടേ. ഇത് വളരെ സിമ്പിൾ അല്ലേ. ഞാൻ ടൈപ്പ് അല്ല അടിച്ചടിച്ച് പോകാനായിട്ട്. ഒന്നാമത് എന്റെ കൈശ്വരം കൂടുതലെന്ന് പറഞ്ഞാൽ എന്റെ പരീക്ഷ എന്ന് പറഞ്ഞാൽ പുറത്താക്കിയത്. അത് ഞാൻ എഴുതിയിട്ട് തിരിച്ചു വായിച്ചു നോക്കുമ്പോൾ എനിക്കെന്നെ മനസ്സിലാവുള്ളൂ. ഞാനിപ്പോ എന്റെ പ്രതീക്ഷയൊക്കെ ഇപ്പൊ പോകും. റെഡിയോടെ ഞാൻ എഴുതാനായിരുന്നല്ലേ. എന്റെ പൊന്ന് പൈസ അല്ലേ. നിനക്ക് അവിടെ ഇങ്ങോട്ട് വന്നിട്ടില്ലേ. നീ എന്റെ അസിസ്റ്റൻസ് ഇല്ലേ, രണ്ടുപേരും എന്നിട്ട് അവിടെ താഴെ ചിക്കൻ മേടിച്ച് തട്ടിക്കോ. ഞാൻ സംഭവം റെഡിയാക്കുന്ന സമയത്ത് വിളിക്കുന്നത് മറ്റേ ദോശ ഉണ്ടാക്കണല്ലേ, കുത്തിയിരുന്നിട്ട് ഇങ്ങനെ ഇതാക്കി എടുക്കാനിട്ട് എന്റെ തല പോയിട്ടില്ല. എനിക്ക് മൂഡ് കിട്ടുള്ള ഒരു ആ ഒരു റിച്ച്നെസ്, ആ ഒരു വൈബ് കിട്ടുള്ള. അറിയോ ഇതേ ലിംബ്രോടെ സ്റ്റാറ്റസിന് പറ്റിയ സ്ഥലമില്ല. വേറെ ലെവലല്ലേ. അപ്പൊ പിന്നെ നമുക്ക് ഇത് പറ്റുമെന്ന് തോന്നുന്നുണ്ടാ. പിന്നെ ആണല്ലേ ചില സമയത്ത് ഞാൻ പറഞ്ഞോ അങ്ങനെ മറക്കാൻ പാടില്ല. എന്നും ശരിയാ നീ വിട്ടോ. എടാ അങ്ങനെയല്ല, നീ വീട്ടിൽ പോയിക്കോ. അവന്മാരെ വെക്കറ്റ് ചെയ്തിട്ട് പോയിട്ട് വിട്ടോ. എടാ ശരിയെന്ന് പറയണ്ട, ഞാൻ സെറ്റാക്കാം. നിനക്ക് എന്താ വേണ്ടത്? ഇതല്ലേ വേണ്ടത്, കൊട്ടാരാണ് അല്ലേ വേണ്ടത്. അല്ലേ അങ്ങനല്ലേ. നീ തൽക്കാലം പോകും, ഞാൻ നോക്കട്ടെ എന്തായാലും വഴി ഉണ്ടാക്കാം കേട്ടോ. കേട്ടത് സമാധാനപ്പെടും. ഞാൻ പിന്നെ പ്രതീക്ഷയ്ക്കായിട്ട് അവിടുത്തെ കയറിയിട്ട് പോകുന്നത്. എന്നിട്ട് നീ തൽക്കാലം ഞാൻ പുറത്ത് പോയിട്ട് താഴെ ചിക്കൻ കണ്ടോടെ ചിക്കൻ ഓർഡർ ചെയ്തിട്ട് ഭക്ഷണം കഴിച്ച് ചിക്കൻ ഞാൻ പറഞ്ഞ ചിക്കൻ ഹലോ എടാ നീ വേറെ റെഡി ആയിട്ട് താഴേക്ക് വന്ന്. അതൊക്കെ ഞാൻ പറയാം, നീ വേറെ റെഡി ആയിട്ട് താഴേക്കോ വേഗം വേണ്ടേ. എടാ
അത്യാവശ്യം ഒരു സ്ഥലം വരെ പോവാൻ. പിന്നെ കാര്യം സർപ്രൈസ് നമുക്ക് ഇടാൻ ഞാൻ താഴെ. ബ്രോ നമ്മ എവിടെയാ? നീയാണ് പറഞ്ഞത് അതൊക്കെ അവിടെ ഇപ്പോഴത്തെ ആംബിയൻസ് ഇട്ടുള്ള ക്രിയേറ്റിവിറ്റി ഇട്ടുള്ളതൊക്കെ. ഇപ്പൊ നിനക്ക് ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കി തരാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് പോകും. അതെവിടെയാണ് അങ്ങനെ ഒരു സ്ഥലം? നീ പറഞ്ഞ പോലെ മറ്റേ 7 സ്റ്റാർ ഹോട്ടലിലേക്കൊന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്നാലും അത്യാവശ്യം നല്ല ഗംഭീരമായിട്ട് ക്രിയേറ്റിവിറ്റി സംഭവമൊക്കെ കിട്ടുന്നൊരു കലക്കം പ്ലേസിലേക്ക് നമ്മൾ പോകുന്നു. കാര്യം പറയാന്ന് എവിടെയെന്നെങ്കിലും പറ. സ്ഥലത്ത് പോകും. സ്ഥലത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാമല്ലോ.